ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തുണിയിലൊക്കെ കറ വന്നാൽ എന്താ ചെയ്യാമെന്നുള്ള ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ആക്കുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് പാത്രങ്ങളാണെങ്കിൽ എന്തോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമുക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് കട്ടയില്ലാതെ ലൂസാക്കി വേണം എടുക്കാൻ. എന്നാലേ നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ നല്ല രീതിയിൽ തേച്ച് കഴുകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ച് ഇളക്കി നല്ല ലൂസാക്കി എടുക്കാം. നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ആ കമ്പി, അതിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ ഉണ്ടോ ഈ തട്ട് കമ്പി ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ തേച്ച് കഴുകാം. നല്ല രീതിയിൽ തേക്കുമ്പം തന്നെ അതിനകത്തുള്ള പാടുകളൊക്കെ പോകും. സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പാകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു തിളക്കം അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്തൊക്കെ എണ്ണമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ തേച്ച് കാണിക്കാം. ഇതിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാധാ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്കിത് മുക്കിയിട്ട് തേക്കാം. ഈ ഗോതമ്പ് പൊടിയും നാരങ്ങയും, ഇതിനകത്ത് സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി. ഉണ്ടോ, കമ്പിയും തട്ടും എല്ലാം തേച്ചെടുക്കാം. ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്ക് പാത്രങ്ങളൊക്കെ തേക്കാം കേട്ടോ. നല്ല രീതിയിൽ ക്ലീനായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിനു മുമ്പ് ദോശ മാവ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പോൾ കണ്ടോ, എന്നിട്ട് തുണി നനച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് തന്നെ വരും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഗ്യാസ് അടുപ്പ് കൊണ്ട് അതിൻ്റെ പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നത് കൊണ്ടാണ് ഞാൻ പാത്രങ്ങളൊന്നും തേക്കുന്നത് കാണിക്കാത്തത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് തുണിയുടെ കറയൊക്കെ പോകുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ കണ്ടോ, ഗ്യാസ് അടുപ്പ് നല്ല പുതിയതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങയുടെ തോടുണ്ടല്ലോ, അത് ഇതിനകത്ത് മുക്കിയിട്ട് നമുക്ക് തുണിയൊക്കെ തേച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഷാമ്പു ആണേ. ഇപ്പോൾ ഒരു സ്വല്പം ഷാമ്പുവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നാരങ്ങാത്തോട് വെച്ച് മുക്കിയിട്ട് തന്നെ നമുക്ക് ഷർട്ട് എന്തോ കറയാണ്, ഉടുപ്പിലൊക്കെ കറയുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വെച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. ഉരച്ച് നമ്മൾ വെറുതെ കൈവേദനിക്കത്തില്ല. ആദ്യം തേക്കുമ്പോൾ തന്നെ ആ ഒരു കളർ, ആ മഞ്ഞ ഒരു കളറ് നമുക്ക് എടുത്ത് അറിയാനായിട്ട് പറ്റും കേട്ടോ. അത് വെച്ച് തേക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കറ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഒന്ന് തെളിഞ്ഞ് വരും ഇത് വെച്ച് തേക്കുമ്പോൾ. ഇപ്പോൾ ഷാമ്പു, നാരങ്ങ, വേറെ ഒന്നുമില്ല, ഗോതമ്പ് പൊടി, ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ സോപ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തേക്കുമ്പോൾ ആ മഞ്ഞ കളറ് എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെ തേച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പം തന്നെ കറയൊക്കെ പോകുന്നതായിട്ട് കാണാം. നല്ല മഞ്ഞളിൻ്റെ കറയാണ്, പോകാൻ പാടാണ്. ആ ഒരു കറയാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ കോളറിനകത്തുള്ള കറുപ്പ് അതൊക്കെ പോകുന്നതിന് ഈ ഒരു സാധനം മാത്രം മതി. ഗോതമ്പ് പൊടി എത്ര നല്ലൊരു സാധനമാണ് കണ്ടോ. തേച്ച് ഇനി ഞാൻ കഴുകി കൊണ്ടുവരാം. വെറുതെ നമ്മൾ ഞെബടി ആ ഭാഗം ഒന്ന് കഴുകിയെടുക്കുമ്പം തന്നെ പെട്ടെന്ന് തന്നെ ആ കറയെല്ലാം പോയി കിട്ടും. ഉണ്ടോ, ഇതിപ്പോൾ കഴുകി കൊണ്ടുവരാം. അപ്പോൾ കഴുകി കൊണ്ടുവന്നപ്പോൾ തന്നെ ആ കോളറിൻ്റെ ഭാഗമൊക്കെ കണ്ടോ, നല്ല രീതിയിൽ കറയൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ തന്നെയാണിത്. നമുക്ക് വെറുതെ കെമിക്കലും കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല. വെറും നിസ്സാരമായ ഒരു ഗോതമ്പ് പൊടി മാത്രം മതി. ദോശക്കല്ലിലെ ഇരുമ്പിൻ്റെ ആ ഒരു തുരുമ്പ് പിടിച്ച ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഇളകി വരാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ദോശക്കല്ലിലിട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതേപോലെ ഇട്ട് നല്ലോണം ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ദോശ ഇളകി വരാത്ത ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഈ പൊടി നല്ലോണം ഒന്ന് ചൂടായി വറുത്തെടുക്കുക. ആ ചട്ടിക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല മൂക്ക ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോഴത്തേനും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ നോൺ സ്റ്റിക്ക് പാനില്ലേ അതുപോലെ തന്നെ നമുക്ക് ദോശയൊക്കെ ഇളകി കിട്ടും. നല്ല ഇളകി ഇങ്ങി വരും. നമ്മൾ ഉപയോഗിച്ചിട്ട് കുറേ ദിവസം മാറ്റിയിടുന്ന ദോശക്കല്ലൊക്കെ ഇതേപോലെ ആകാറുണ്ട്. ദോശയൊക്കെ ഇളകി വരില്ല. അപ്പോൾ ഇത് ഗോതമ്പ് ദോശയാണേലും എന്താണേലും നല്ലോണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നല്ലോണം ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ. ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ബ്രഷ് നമുക്ക് ഉണ്ടെങ്കിലും എണ്ണ തടവാനൊക്കെ ഇതേപോലെ ഒരു ഐസ്ക്രീം പാട്ട ചെറിയ പാട്ട എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ബ്രഷ് ഇട്ട് വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ പല്ലി പാറ്റ ഒന്നും നക്കാതെ തന്നെ നമുക്ക് അതിനകത്ത് അടപ്പിനകത്തൊരു ഹോളിട്ട് കൊടുക്കുക കണ്ടോ. ആ അളവിലൊരു ഹോളിട്ട് കൊടുക്കുക ആ ബ്രഷിൻ്റെ കണ്ടോ. എന്നിട്ട് ഇതേപോലെ അടച്ചു വയ്ക്കുകയും ചെയ്യാം. അതേപോലെ ആവശ്യത്തിനെടുത്ത് നമുക്ക് തുടയ്ക്കുകയും ചെയ്യാം. ഇതേപോലത്തെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കി വയ്ക്കുക. നമുക്ക് പ്രത്യേകിച്ച് കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എണ്ണയ്ക്കകത്ത് തന്നെ കിടന്നോളും. നമ്മൾ എന്നും ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ദോശ നമുക്കൊന്ന് ചുട്ട് നോക്കാം. അപ്പോൾ നല്ല പൂ പോലെ തന്നെ ഇളകി കിട്ടും. പെട്ടെന്ന് തന്നെ അതിൽ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ടിപ്പുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ദോശക്കല്ല് ഇതുകൊണ്ട് ദോശക്കല്ല് നല്ല രീതിയിൽ ദോശ ഇളകി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കല്ലിനകത്ത് ഇടുന്ന ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ദോശയ്ക്കൊക്കെ ആട്ടുമ്പോഴത്തേന് വെള്ളം കുറച്ചല്ലേ ആട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സിയിൽ ആട്ടാൻ നേരം കുറച്ച് ഐസ് ക്യൂബ് ഒരു 3-4 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദോശയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതേപോലെ ഒന്ന് ആട്ടി നോക്കാം. ആട്ടുമ്പം തന്നെ നമുക്ക് ആ മാവ് നല്ല പതഞ്ഞ് വരികയും ചെയ്യും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് ഞാൻ കാണിച്ചു തരാം. നല്ല ഐസ്ക്രീം പോലെ നമുക്ക് കോരിയെടുക്കാനായിട്ട് പറ്റും കണ്ടോ. ഇതിപ്പം ആട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ദോശയ്ക്കൊക്കെ ആട്ടുമ്പോൾ ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മിക്സിയിലൊന്നും മാവ് പിടിക്കത്തില്ല. നമുക്ക് കഴുകിയെടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. മിക്സിയുടെ ആ ബ്ലേഡിനകത്തൊക്കെ പറ്റിയിരിക്കുമല്ലോ മാവ്. അപ്പോൾ അങ്ങനെയൊന്നും ആവില്ല. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പെരിഞ്ജീരകം എന്ന് വെച്ചാൽ വലിയ ജീരകം അത് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. ഇതിപ്പം വറുത്ത പെരിഞ്ജീരകമാണേ. അപ്പോൾ വറുത്ത പെരിഞ്ജീരകം ആകുമ്പോഴത്തേനും നല്ലൊരു മണമായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ വറുത്ത പെരിഞ്ജീരകം ഉണ്ടല്ലോ ഒന്ന് ചതച്ചെടുക്കാം. ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നല്ല ഒരു സ്മെല്ല് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇടികല്ലിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ടിന്നിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്ത പെരിഞ്ജീരകം നമ്മളൊരു ബൗളിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഇത് മാത്രം മതി. ഞാനിപ്പോൾ എന്താണ്ട് ഒരു വലിയ ബൗളിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. കാരണം വെള്ളം തോനെ ഒഴിക്കുമ്പോഴത്തേനും അത് കണ്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള എസൻസ് എല്ലാം നല്ല രീതിയിൽ ഇറങ്ങി കിട്ടും. ഇതിപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ അളവിൽ പൊടിയുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിടിലൻ സൊല്യൂഷനാണിത്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പല്ലി, പാറ്റ, എലി എല്ലാ ശല്യം ഒഴിവാക്കി കിട്ടും കേട്ടോ. അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിന്. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ അതിനകത്ത് ആ എസൻസ് എല്ലാം ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതാണ്ട് ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്ത്, കിച്ചൻ്റെ ഭാഗത്ത്, മിക്സി ഇരിക്കുന്ന ഭാഗത്ത് എവിടെയൊക്കെയാണോ പല്ലി ഒക്കെ വരുന്ന ആ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക. സിങ്കിനകത്ത് ഞാനത് ഊരിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പല്ലി, പാമ്പ്, പാറ്റ ഒന്നും തന്നെ വരില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ടിപ്സുകളാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത്. കണ്ണാടിയുടെ അവിടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഫ്രെയിമിൻ്റെയൊക്കെ ഇടയ്ക്ക് പല്ലിയൊക്കെ കയറിയിരിക്കുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.